നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മളൊരു ഫാർമസിയിൽ നിന്നും വാങ്ങുന്ന മരുന്ന് ശരിക്കും സുരക്ഷിതമാണോ, അതിന് പറഞ്ഞിട്ടുള്ള ഗുണമുണ്ടോ എന്നൊക്കെ? ആ ഒരു ഉറപ്പുണ്ടല്ലോ, അതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡേറ്റ ഇന്റഗ്രിറ്റി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. ഇതൊരു വലിയ ടെക്നിക്കൽ വാക്കായി തോന്നാമെങ്കിലും സത്യത്തിൽ നമ്മുടെയെല്ലാം ആരോഗ്യത്തിന്റെ അടിത്തറയാണിത്. അപ്പോ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം തന്നെ ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് നോക്കാം. പിന്നെ ഈ രംഗത്തെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം സാധാരണയായി എവിടെയാണ് പിഴവുകൾ സംഭവിക്കുന്നതെന്ന് നമ്മൾ കാണും. നല്ലൊരു തൊഴിൽ സംസ്കാരം എന്തിനു വേണമെന്നും നമ്മൾ ചർച്ച ചെയ്യും. അവസാനം ഇതെല്ലാം നമുക്ക് ഓരോരുത്തർക്കും എന്തിന് പ്രധാനമാകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ശരി, അപ്പം നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തുകൊണ്ടാണ് വിശ്വാസം ഇത്രയധികം പ്രധാനം? വളരെ സിമ്പിളാണ്. ഒരു മരുന്ന് മാർക്കറ്റിൽ ഇറക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പോലും ഡേറ്റയെ മാത്രം നോക്കിയാണ്. ആ ഡേറ്റയാണ് എല്ലാത്തിൻ്റെയും ഉറവിടം. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? നമ്മൾ കഴിക്കുന്ന മരുന്നുകൾക്ക് കുഴപ്പമൊന്നുമില്ല, അത് സേഫാണ് എന്നെങ്ങനെയാണ് ഉറപ്പിക്കാൻ കഴിയുക? ഉത്തരം ഒന്നേ ഉള്ളൂ: ആ മരുന്നിനെക്കുറിച്ചുള്ള ഡേറ്റയെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയണം. അപ്പം എന്താണ് ഈ പറയുന്ന ഡേറ്റ ഇന്റഗ്രിറ്റി? ലളിതമായി പറഞ്ഞാൽ, ഒരു മരുന്നുണ്ടാക്കുന്നതിൻ്റെ ഓരോ ഘട്ടത്തിലുമുണ്ടാകുന്ന വിവരങ്ങളുണ്ടല്ലോ, ആ വിവരങ്ങൾ അതുണ്ടാകുന്ന നിമിഷം മുതൽ വർഷങ്ങൾക്ക് ശേഷം പരിശോധിക്കുമ്പോൾ വരെ കംപ്ലീറ്റ് ആയിരിക്കണം, കൃത്യമായിരിക്കണം, വിശ്വസിക്കാൻ കൊള്ളുന്നതായിരിക്കണം. ഈ അവസ്ഥയ്ക്കാണ് നമ്മൾ ഡേറ്റ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഒരു മരുന്ന് നിർമ്മാണം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡേറ്റയുടെ ഒഴുക്ക് പോലെയാണ്. ഫാക്ടറിയിൽ സാധനങ്ങൾ വരുന്ന നിമിഷം മുതൽ ലാബിലെ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും, എന്തിന് മെഷീനുകൾ കഴുകുമ്പോൾ പോലും ഡേറ്റ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ഒഴുക്ക് നിർമ്മാണം കഴിഞ്ഞ് അത് പരിശോധിക്കുന്നത് വരെ തുടരും. ഇവിടെയാണ് ഏറ്റവും വലിയൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നത്. ഈ ഡാറ്റാ ശൃംഖലയിലെ ഒരൊറ്റ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് കരുതുക. അതായത്, ഒരൊറ്റ ഡാറ്റയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കമ്പനിയുടെ മുഴുവൻ ക്വാളിറ്റി സിസ്റ്റത്തിൻ്റെയും, അതായത് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ QMSൻ്റെയും വിശ്വാസ്യതയാണ് പോകുന്നത്. പിന്നെ അവിടെ ഒന്നിനും ഒരു വിലയുണ്ടാകില്ല. ശരി, അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് എന്തെങ്കിലും നിയമങ്ങളൊക്കെ വേണ്ടേ? തീർച്ചയായുമുണ്ട്. അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ലോകമെമ്പാടുമുള്ള റെഗുലേറ്ററി ഏജൻസികൾ ഉപയോഗിക്കുന്ന ALCOA+ എന്നൊരു ചട്ടക്കൂടുണ്ട്. അതെന്താണ് നമുക്കൊന്ന് നോക്കാം. ആൽകോവ. ഇത് ഓർത്തുവെക്കാൻ വളരെ എളുപ്പമുള്ള 5 കാര്യങ്ങളാണ്. ഒന്നാമത്തത് ആട്രിബ്യൂട്ടബിൾ, അതായത് ആരാണ് ഒരു ഡേറ്റ രേഖപ്പെടുത്തിയത് എന്ന് വ്യക്തമായിരിക്കണം. 2, ലെജിബിൾ, എഴുതിയത് ആർക്കും എളുപ്പത്തിൽ വായിക്കാൻ പറ്റണം. മൂന്നാമത്തത് കണ്ടംപറേനിയസ്, ഒരു കാര്യം എപ്പോൾ നടന്നോ അപ്പോൾ തന്നെ അത് രേഖപ്പെടുത്തണം, അല്ലാതെ പിന്നീട് ഓർത്തെഴുതരുത്. 4, ഒറിജിനൽ, ആദ്യത്തെ റെക്കോർഡായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രൂ കോപ്പി. അവസാനമായി 5ാമത്തത് ആക്യുറേറ്റ്, രേഖപ്പെടുത്തുന്നത് 100% കൃത്യമായിരിക്കണം. പക്ഷേ അവിടെയും കഥ തീർന്നില്ല. കാലം മാറുമ്പോൾ നിയമങ്ങളും കുറച്ചുകൂടി സ്ട്രോങ് ആവണമല്ലോ. അങ്ങനെ ALKO എന്നുള്ളത് ALKO+ ആയി മാറി. ഈ പ്ലസ് എന്താണെന്നല്ലേ? അതൊരു 4 പുതിയ കാര്യങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്തു. 1, കംപ്ലീറ്റ്, എല്ലാ വിവരങ്ങളും അതിൽ വേണം, ഒന്നും വിട്ടുപോകരുത്. 2, കൺസിസ്റ്റന്റ്, ഡേറ്റ പരസ്പരം ബന്ധമുള്ളതും ഒരു ക്രമത്തിലുമായിരിക്കണം. 3, എൻഡ്യൂറിംഗ്, ഈ ഡേറ്റ കാലങ്ങളോളം നിലനിൽക്കണം, മാഞ്ഞു പോവുകയോ നശിച്ചു പോവുകയോ ചെയ്യരുത്. അവസാനം അവൈലബിൾ, ആവശ്യമുള്ളപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇതെടുത്ത് പരിശോധിക്കാൻ കിട്ടണം. അപ്പോൾ ഈ 9 തത്വങ്ങളും കൂടി ചേരുമ്പോഴാണ് ALCO+ എന്ന ആ ഒരു കംപ്ലീറ്റ് ഫ്രെയിംവർക്ക് ആവുന്നത്. ഈ സ്ലൈഡിൽ കാണുന്നതുപോലെ ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഇതാണ് സത്യത്തിൽ ഡാറ്റ ഇന്റഗ്രിറ്റിയുടെ ഒരു ബൈബിൾ എന്ന് വേണമെങ്കിൽ പറയാം. നിയമങ്ങളൊക്കെ നല്ലതു തന്നെ, പക്ഷേ ഇതൊക്കെ എപ്പോഴും പാലിക്കപ്പെടുന്നുണ്ടോ? അതാണ് അടുത്ത ചോദ്യം. ഡാറ്റ ഇന്റഗ്രിറ്റി എവിടെയൊക്കെയാണ് പരാജയപ്പെടുന്നത്? ഓഡിറ്റുകളിൽ സാധാരണ എന്തൊക്കെയാണ് കണ്ടെത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് സ്ഥിരമായി കാണുന്ന ചില ഗുരുതരമായ പിഴവുകൾ. ഉദാഹരണത്തിന്, ഇന്നത്തെ കാര്യം ഇന്നലെ ചെയ്തതായി രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ഔദ്യോഗിക റെക്കോർഡിൽ എഴുതാതെ ഒരു കടലാസ് തുണ്ടിൽ കുറിച്ചുവെക്കുക, യഥാർത്ഥ ഡേറ്റ തന്നെ കാണാതാവുക. പിന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരും കൂടി ഒരൊറ്റ പാസ്വേഡ് ഉപയോഗിക്കുക. ഇതൊന്നും ചെറിയ പിഴവുകളല്ല, ഡേറ്റ ഇന്റഗ്രിറ്റിയെ കൊല്ലുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നല്ല കമ്പ്യൂട്ടർ സിസ്റ്റം വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ നിയമങ്ങൾ എഴുതി വെച്ചതുകൊണ്ടോ മാത്രം കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഡേറ്റ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് ഒരു ടെക്നോളജിയുടെ മാത്രം പ്രശ്നമല്ല, അതിലുപരി അത് മനുഷ്യരുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഈയൊരു വാചകം ശരിക്കും ഇതിൻ്റെ എല്ലാം കാതലാണ്. ഡേറ്റ ഇന്റഗ്രിറ്റി എന്നത് സോഫ്റ്റ്വെയറിൻ്റെയോ കമ്പ്യൂട്ടറിൻ്റെയോ മാത്രം കാര്യമല്ല,
അത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ശീലങ്ങൾ, അവർക്ക് കിട്ടുന്ന ട്രെയിനിങ്, അവരുടെ മുകളിലുള്ളവരുടെ മേൽനോട്ടം, എല്ലാത്തിനും മുകളിൽ അവരുടെ വ്യക്തിപരമായ സത്യസന്ധത, ഇതെല്ലാത്തിനെയും ആശ്രയിച്ചിരിക്കും. നമുക്ക് 2 തരം തൊഴിലിടങ്ങളെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കാം. ഒരിടത്ത് മാനേജ്മെന്റിന് വേണ്ടത് വേഗത്തിൽ ടാർഗറ്റ് തീർക്കുക എന്നതാണ്. അവിടെ കൃത്യതയേക്കാൾ സ്പീഡിനാണ് വില. കുറുക്കുവഴികളെ അവർ പ്രോത്സാഹിപ്പിക്കും. എന്നാൽ മറ്റൊരിടത്ത് മാനേജ്മെന്റ് പറയുന്നത് സത്യമെന്താണോ അത് രേഖപ്പെടുത്താനാണ്. അവിടെ സത്യസന്ധതയാണ് ഏറ്റവും വലിയ മൂല്യം. ഈ 2 സ്ഥലത്തുമുണ്ടാകുന്ന ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ശരി, ഇത്രയൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോ ഇതുകൊണ്ടൊക്കെ ആർക്കാണ് ഗുണം? എന്തിനാണ് നമ്മളിതിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്? അതാണ് നമ്മുടെ അവസാന ഭാഗം. നല്ല ഡേറ്റ ഇന്റഗ്രിറ്റി ഉണ്ടെങ്കിൽ 3 കൂട്ടർക്കാണ് പ്രധാനമായും സംരക്ഷണം കിട്ടുന്നത്. ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും രോഗികളാണ്, നമ്മുടെ എല്ലാം സുരക്ഷ. രണ്ടാമത് കമ്പനി തന്നെയാണ്. നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്നും വലിയ പിഴകളിൽ നിന്നും കമ്പനിക്ക് രക്ഷപ്പെടാം. മൂന്നാമതായി ആ സ്ഥാപനത്തിന്റെ ക്വാളിറ്റി സിസ്റ്റത്തിന്റെ വിശ്വാസ്യത നിലനിൽക്കും. ചുരുക്കി പറഞ്ഞാൽ ഡേറ്റയെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും നല്ലതാണ്. ഇതാണ് ഇതിലെ ഏറ്റവും ഗൗരവമേറിയ കാര്യം. ഒരു മരുന്നിന് അംഗീകാരം കൊടുക്കുന്ന സർക്കാർ ഏജൻസികൾ പ്രവർത്തിക്കുന്നത് കമ്പനികൾ കൊടുക്കുന്ന ഡേറ്റയെ വിശ്വസിച്ചാണ്. ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ ആര് നിയമമുണ്ടാക്കിയിട്ടും ഒരു കാര്യവുമില്ല. ആ സിസ്റ്റം മൊത്തത്തിൽ തകരും. അപ്പോ ഈയൊരു വിശകലനം ഞാൻ അവസാനിപ്പിക്കുന്നത് നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. നിങ്ങളുടെ ജോലി ഫാർമ രംഗത്തോ അല്ലെങ്കിൽ മറ്റേത് രംഗത്തുമാകട്ടെ, ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുണ്ടാക്കുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ഡാറ്റയെ എത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കും? ഇതിനുള്ള ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. നന്ദി.